നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞ് അച്ഛന്റെ സ്നേഹവും കരുതലും അറിയാതെ വളരേണ്ടി വരുന്നത് നിങ്ങൾ കാരണോ? നന്ദു, എന്റെ കുഞ്ഞിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുവോ, നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പകരം ചോദിച്ചിരിക്കും ഞാൻ. മോളെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതാണ് ധർമ്മം. നീ ചെയ്തത് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സുമി. അവനവന്റെ കർമ്മത്തിന്റെ ഫലം അവനവന് അനുഭവിച്ചല്ലേ പറ്റൂ. അതിന് നീ എന്ത് പഴിച്ചു? ചെയ്ത കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലമ്മേ. നിതീഷിനും അവന്റെ അമ്മയ്ക്കും കിട്ടിയ ശിക്ഷ അവരർഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. നന്ദുവിനോട് എനിക്ക് സഹതാപവും സങ്കടവും മാത്രമേ ഉള്ളൂ. അവൾക്കൊരിക്കലും ഇങ്ങനൊരു ഗതി വരാൻ പാടില്ലായിരുന്നു. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. എത്രയോ നാളായി നമ്മൾ കാത്തിരുന്നൊരു ദിവസമായത്. അമ്മയോടൊപ്പം, നമ്മുടെ കുഞ്ഞിനോടൊപ്പം. ഇന്ന് ഈ വീട്ടിലേക്ക് നീ വീണ്ടും വലതുകാലം വെച്ച് കയറാൻ പോവാ. ഇന്നാണ് ഈ വീട് നമുക്ക് ശരിക്കും സ്വന്തമാവുന്നത്. ഇന്ന് ഈ വീട്ടിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നത് സന്തോഷത്തോടെ ആവണം സുമി. വലതുകാല് വെച്ച് കയറ്. അച്ഛമ്മേ, ഇതാ അച്ഛമ്മയുടെ കുഞ്ഞി തക്കടു. ഇവനെ കാണാൻ അച്ഛമ്മ ഇല്ലാതെ പോയല്ലോ. മോനെ, അമ്മയെല്ലാം കാണുന്നുണ്ടാവും. ഒരു പ്രാർത്ഥനയായി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും. ദേ, ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റ് ചികിത്സകളിൽ മുത്തപ്പൻ വഴി കാട്ടുമെങ്കിൽ ഇതിൽ രാജ്യമ്മ സ്വന്തം നിലയ്ക്ക് ചികിത്സിക്കും. ദൈവത്തിന്റെ കരുണയുണ്ടാകണം. അതിന് മനമുരുകി എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണം. ഒന്നുകൂടി, മുത്തപ്പന്റെ തുണയില്ലാതെ നടത്തുന്ന ചികിത്സയിൽ പിഴവ് പറ്റിയ വൈദ്യ എന്നേക്കുമായി ചികിത്സ നിർത്തേണ്ടി വരും. ജലപാനമില്ലാത്ത ഏകാന്തവാസത്തിൽ സ്വയം ചികിത്സിക്കുന്ന മരണമാണ് ശിക്ഷ. അതോടെ വാമൊഴിയായിട്ടുള്ള ഗോത്രവൈദ്യ ചികിത്സയും അവസാനിക്കും.
ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരമ്മയല്ലെങ്കിലും എനിക്കൊരമ്മയുണ്ടായിരുന്നു. പിന്നെ ഈ ഗോത്രവർഗ ചികിത്സകളുടെ കാര്യം, ഈ ഇളം പൈതലിനോട് കരുണ കാട്ടാത്ത വൈദ്യവും ചികിത്സയും ഒക്കെ കുറ്റിയറ്റു പോട്ടെ, സാരമില്ല. അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ. ഒരു ജീവനെടുക്കാൻ വിധിഹിതമുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനോടെന്നല്ല, കുഞ്ഞിനോട് അടുപ്പമുള്ളവർക്കുമാകാം. ചികിത്സ തുടങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരുണയ്ക്കായി നന്നായി പ്രാർത്ഥിച്ചോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്ന് തുള്ളി 3 നിമിഷത്തിൽ ഫലിക്കണമെന്നാണ് വൈദ്യം. ഇല്ലെങ്കിൽ സഞ്ജീവനി പച്ചവെള്ളത്തിന് സമം. മുത്തപ്പ, നീ ചതിച്ചോ?
പ്രീതി എഴുന്നേൽക്കും പ്രീതി. നിനക്കെന്താ പറ്റിയ? എനിക്ക് പ്രീതി എഴുന്നേൽക്കും. പ്രീതി മുത്തപ്പ പ്രീതി എഴുന്നേൽക്കും പ്രീതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, എനിക്ക് അതെ, ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ? ഒരു തവണ ചോദിച്ച് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ ഭൂമിയിൽ ഞാൻ ശേഷിക്കുന്ന കാലം അത്രയും സച്ചേട്ടൻ കിട്ടിയ ഈ താലി അണിയാൻ എന്നെ അനുവദിച്ചൂടെ? കഴുത്തിലണിഞ്ഞ താലി പൊട്ടുമ്പോഴും തിരഞ്ഞെറ്റിയിലെ സിന്ദൂരമായുമ്പോഴും സച്ചേട്ടാ ഒരു പെണ്ണ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഈ താലി അഴിക്കാൻ മാത്രം പറയരുത്. ജീവിതാവസാനം വരെ ഈ താലി കഴുത്തിലണിഞ്ഞ് നടക്കാൻ എനിക്ക് അനുവാദം തരണം. ഇതിന്റെ മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഈ അവസാന നിമിഷം ആ ചോദ്യം വീണ്ടും ചോദിച്ച് എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. കണ്ണുകൾ അകലുമ്പോ മനസ്സ് പാകപ്പെടുമായിരിക്കും. അങ്ങനെ മനസ്സകന്നു തുടങ്ങുമ്പോ ഈ താലി തനിക്ക് തന്നെ ഒരു ഭാരമാകും. താൻ വേഗം വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉം
എന്റെ മാളക്കുട്ടിയുടെ മുഖത്തൊരു ഗൗരവം? മഹി എന്നോട് മിണ്ടണ്ട, ഞാൻ മഹിയോട് പിണക്കുവാ. അയ്യോ, അങ്ങനെ പറഞ്ഞ അച്ഛന്റെ വിഷമാവേ. മഹിക്ക് വിഷമായ എനിക്കെന്താ? എനിക്ക് വിഷമായിട്ട് അത് മഹി നോക്കിയില്ലല്ലോ. മാളുവിന് വിഷമോ? ആരാ എന്റെ മാളുവിനെ വിഷമിപ്പിച്ചേ? മഹി എന്തോന്നും അറിയാത്ത പോലെ. ഗംഗയെ കല്യാണം കഴിക്കാൻ ആരോ വരുന്ന കാര്യം മഹി അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ? അല്ല, നല്ല കാര്യം അല്ല. അതെന്താ മോളെ, ഗംഗയെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിച്ച ഗംഗ എവിടെ പോവും? അതെനിക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞു പോയാലും എന്റെ മാളുവിനെ കാണാൻ വരുമല്ലോ, പിന്നെന്താ പ്രശ്നം? അത് വേണ്ട, ഗംഗ എവിടെ പോണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ മാളു? അത് തീരുമാനിക്കേണ്ടത് ഗംഗയുടെ മുത്തശ്ശിയല്ലേ? മുത്തശ്ശി മഹി പറഞ്ഞ കേക്കും. ഇല്ല മാളു, മഹി പറഞ്ഞാലും മുത്തശ്ശി ഗംഗയുടെ വിവാഹം നടത്തും. മഹി നുണ പറയാ. ഗംഗയെ കൊണ്ടുപോവാൻ മുത്തശ്ശി വന്നിട്ട് മഹി പറഞ്ഞോണ്ടല്ലേ ഗംഗ ഇവിടെ നിർത്തിയത്. അതാ ഞാനും പറഞ്ഞത്. മഹി പറഞ്ഞ മുത്തശ്ശി അനുസരിക്കും. അതുപോലെയാണോ മോളെ ഇത്? പെൺകുട്ടികൾ വലുതായ വിവാഹം കഴിച്ചുവിടണ്ടേ? അത് വേണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും? കല്യാണമല്ലേ, അത് മഹി ഗംഗ കല്യാണം കഴിച്ചാ പോരെ? അതെങ്ങനെയാ മോളെ? നമ്മുടെ ഗംഗ പാവമല്ലേ? അപ്പോ നല്ലൊരു ചെറുക്കനെ കൊണ്ട് വേണ്ടേ ഗംഗയെ കല്യാണം കഴിപ്പിക്കാൻ? അതിനെന്താ, എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം മഹിയാണ്. പിന്നെന്താ മഹിക്ക് ഗംഗയെ കല്യാണം കഴിച്ച? ഏയ്, അതൊന്നും ശരിയാവില്ല മോളെ. അതെന്താ? മഹി ശ്രേയെ കല്യാണം കഴിക്കാൻ പോയതല്ലേ? ശ്രേയേക്കാൾ എത്രയോ നല്ലതാ ഗംഗ. പിന്നെന്താ? അല്ലെങ്കിൽ മഹി പറഞ്ഞത് ശ്രേയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നല്ലേ? എനിക്ക് വേണ്ടത് ശ്രേയല്ല, ഗംഗയാണ്. ഗംഗ എന്റെ അമ്മ. മഹി പ്ലീസ്, ഗംഗ എന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും വിടല്ലേ. മോള് വിഷമിക്കാതെ, ഗംഗ മോളുടെ അടുത്തുനിന്ന് ഒരിടത്തേക്കും പോവില്ല. സത്യമാണോ പറയുന്നേ? അതേ മാളു, സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നിട്ട് അധിക നേരമായോ ലച്ചു? ഇല്ല തിരുമേനി, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ ചികിത്സാ പുരോഗതി ചോദിച്ചറിയാം അല്ലേ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലെന്നുണ്ടോ? ശരിയാ തിരുമേനി. ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാൻ തന്നെയാണ് ഞാൻ വന്നത്. അതിനേക്കാൾ വലുതായി ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. ചേച്ചിയുടെ മടങ്ങിവരവിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ ലച്ചു. ലച്ചുവിനെ പോലെ അനിയത്തിയെ കിട്ടിയ സ്വാതി ഭാഗ്യം ചെയ്തവൾ. ലച്ചു സമാധാനപ്പെടുക. ലച്ചുവിന്റെ ആഗ്രഹം പോലെ സ്വാതി ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നട്ടലിൽ നിന്നും കാലിലേക്കുള്ള നാഡികളിൽ ചെറിയ ബലക്കുറവ് കാണുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വസ്തു ചികിത്സയും കൃത്യമായ ഔഷധ സേവയും കിഴി ചികിത്സയും കൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയം വേണ്ടിവരും. എത്ര നാള് വേണ്ടിവരും തിരുമേനി? അത് നിശ്ചയിക്കാൻ ഞാൻ ആളല്ല കുട്ടി. ലച്ചു ഒന്ന് നന്നേ.
ഇത് രക്ഷയാണ്. ഒന്ന് നീയും നിന്റെ കയ്യിൽ കെട്ടുക, മറ്റേത് സ്വാതിക്ക് കെട്ടിക്കൊടുക്കുകയും വേണം. ഇതെന്തിനാ തിരുമേനി? ജീവൻ പോകാതിരിക്കാൻ. കൂടാതെ നിങ്ങളുടെ ആയുസ്സിനെ സംരക്ഷിച്ചു നിർത്താൻ. ചികിത്സയിൽ പല കുറവും കണ്ടപ്പോ പ്രശ്നം വെച്ച് നോക്കി. നിങ്ങളുടെ പാപദോഷം അത്ര പെട്ടെന്നൊന്നും അകന്നു പോവില്ല. തെളിഞ്ഞത് ജീവഹാനിയാണ്. സംഹാരത്തിന്റെ മൂർത്തിയായ സാക്ഷാൽ മഹാദേവനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. വിധി നിർണയം എല്ലാം അവിടുന്നാണ്. ഈ രക്ഷ താൽക്കാലികമാണ്. ശിവക്ഷേത്രത്തിൽ പൂജിച്ചു വേണം കൈകളിൽ കെട്ടാൻ. ഈ ചരട് സ്വയം അഴിഞ്ഞു വീഴുന്നതുവരെ ഊരരുത്. അഥവാ ഊരി വീണ് പിന്നെ കെട്ടുകയും അരുത്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ തിരുമേനി. പോയി വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഹൽദിയുടെ ചിത്രങ്ങളല്ലേ അത്? താഴെ ശ്രീദേവിയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വീഡിയോ കൊണ്ട് ആസ്വദിക്കുക. ഹൽദി കഴിഞ്ഞത് മുതൽ നിനക്ക് എന്നോടുള്ള പെരുമാറ്റത്തിലെ കുറ്റപ്പെടുത്തലും അകൽച്ചയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എടാ, എന്റെ പെണ്ണ് എഴുന്നേക്കോ ഇല്ലയോ എന്ന് അറിയാതെ കിടക്കുമ്പോ ഞാൻ പുതിയ ബന്ധം ആസ്വദിച്ചു തുടങ്ങിയെന്നല്ലേ നീ മനസ്സിൽ കരുതുന്നത്? എടാ, മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ഞാനത് കേട്ടില്ലെന്ന് വെക്കും. പക്ഷേ നീ അത് പറയാൻ പാടില്ലായിരുന്നു. എടാ, എന്തെങ്കിലും കാര്യം നിന്നിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോടാ? എടാ, ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം അത് ഞാൻ പറഞ്ഞത് നിന്നോട് മാത്രമാ. നീ ഇപ്പൊ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. എടാ സഞ്ജു, എടാ, അച്ഛനും അമ്മയും ചെയ്തു പോയൊരു തെറ്റിന്റെയും പാപത്തിന്റെയും കണക്ക് പറഞ്ഞ് എന്റെ അമ്മ ഉൾപ്പെടെ എന്നെ ഒരു ബലിമൃഗമാക്കി ദക്ഷയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു. സ്വാതിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിന് കാരണം ദക്ഷയാണെന്നുള്ള കാര്യം പോലും എല്ലാവരും മറന്നുപോയി. ഹൽദി നടക്കുമ്പോ സഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നിനക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കിയതുപോലെ എനിക്ക് തോന്നി. എടാ, എന്റെ ചേഞ്ചാ ദക്ഷയ്ക്ക് അറിയേണ്ടത്. സ്വാതിക്ക് മറ പിടിക്കാൻ എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്ക്. എന്റെ ഉള്ളിലെ ടെൻഷൻ കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. അമ്മ അനുഭവിക്കുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ലടാ. എല്ലാം അവള് ചെയ്തത് നിനക്ക് വേണ്ടിയാ. അവളൊന്ന് വിളിക്കുന്ന പോലുമില്ല. അവൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയെ നഷ്ടമായെന്നാ തോന്നുന്നത്. മനയിലേക്ക് പോവാന്ന് വെച്ചാ എന്റെ പിന്നാലെ ആ ദക്ഷയുടെ ആൾക്കാരുണ്ട്. ഈ വീട് വിട്ടിറങ്ങിയ ഉടൻ കാണാം അവരുടെ ആൾക്കാരുടെ വണ്ടി. മറ്റൊരു വണ്ടിയിൽ ഞാൻ മനയിൽ ചെന്ന് ഇറങ്ങിയത് പോലും ദക്ഷ അറിഞ്ഞ് അവിടെ അവരുടെ ആൾക്കാരെത്തി. എന്റെ കഴുത്തിൽ വീണ കുരുക്ക് ദിവസം തോറും മുറുകി വരികടാ. എനിക്ക് അമ്മൂനെ വിശ്വാസമാ. സ്വാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെ ആയാലും നിന്നെ കൊണ്ട് ലക്ഷ്മി സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിക്കത്തില്ല. എടാ, പക്ഷേ സ്വാതിക്ക് എഴുന്നേൽക്കാനായില്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂടാ? അവൾ സ്വാതി എഴുന്നേൽപ്പിക്കും. നിന്നേക്കാൾ അതിപ്പോ അമ്മൂന്റെ ആവശ്യം കൂടിയാ. അതെങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ താലിയാ അമ്മൂന്റെ കഴുത്തിലുള്ളത്. അവൾ ആ താലി അഴിക്കാത്തത് അവളുടെ ജീവന്റെ ജീവനായി കരുതുന്ന അവളുടെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരിക്കും. എടാ, നിന്റെ താലി ഇനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ വീഴാൻ അമ്മ സമ്മതിക്കില്ല. വിവാഹം എന്നീ വെല്ലുവിളി നീയല്ല ഏറ്റെടുത്തിരിക്കുന്നത്, അമ്മുവാ. അമ്മുവിന്റെ ആത്മധൈര്യത്തിന് മുന്നിൽ
ദക്ഷ ഒരു വട്ട പൂജ്യമാ. ആൾബലം മാത്രമാണ് ദക്ഷയ്ക്കുള്ളത്. ഈ കളിയിൽ അന്തിമ വിജയം അമ്മുവിന് മാത്രമായിരിക്കും. കാത്തിരുന്ന് നമുക്ക് കാണാം. എന്റെ വിശ്വാസം സത്യമായി തീരുമെന്നുള്ളത്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് അയാൾക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരുന്നത്. പിഴ അടയ്ക്കാത്തതിന് 2 വർഷം കൂടി. അങ്ങനെ 16 വർഷമായിരുന്നു ശിക്ഷ വിധിച്ചത്. ഇപ്പൊ ഏതാണ്ട് ശിക്ഷാ കാലാവധി കഴിയാറായിട്ടുണ്ട്. എനിക്കറിയേണ്ടത് അയാളെ ശിക്ഷ കഴിഞ്ഞ് എന്നിറങ്ങുമെന്നാണ്. രാജൻ അതൊന്ന് എനിക്ക് അന്വേഷിച്ചു തരണം. തീർച്ചയായും മാഡം. ഞാനിപ്പോ തിരക്കിട്ട് വിളിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ. എന്താ പറഞ്ഞു? അയാള് അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ, രാജനസയ്യ വിളിക്കുന്നേ. സ്പീക്കറിൽ. ഹലോ. ആ മാഡം, ആ ഞാൻ സെൻട്രൽ ജയിലിൽ വിളിച്ച് അന്വേഷിച്ചു. ഓക്കെ. എന്നിട്ട് അയാള് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലോ. ഇറങ്ങിയോ? എന്നായിരുന്നു? ഏതാണ്ട് 1 മാസം കഴിഞ്ഞെന്നാ ജയിൽ സൂപ്രണ്ട് പറഞ്ഞത്. ഏതായാലും മാഡം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ജയിലിൽ നിന്ന് ഇറങ്ങിയ അയാൾ നേരെ അങ്ങോട്ടേക്ക് വരാനാണ് സാധ്യത. മാഡത്തിനോടുള്ള കടുത്ത പകയുമായ അയാൾ പുറത്തിറങ്ങിയത്. അതെങ്ങനെ അറിയാം? ശേഖരമേനോൻ എന്ന ശേഖർ പ്രഭാവതി മേഡത്തെ കൊല്ലുമെന്ന് സെൻട്രൽ ജയിലിൽ മുഴുവൻ പാട്ടാ. അയാൾ കിടന്നിരുന്ന സെല്ലിന്റെ ചുവരിൽ മുഴുവൻ മേഡത്തോടുള്ള പക അയാൾ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. അത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും. എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് മാഡം വളരെയധികം കരുതിയിരിക്കണം. ശരി മാഡം, ഞാൻ വിളിക്കാം. ആ ശരി. അയാള് പറഞ്ഞത് നീ കേട്ടില്ലേ പ്രതാപ? എനിക്കറിയാമായിരുന്നു എന്നെ കൊല്ലാനുള്ള പകയോട് കൂടിയാണ് അയാൾ ജയിലിൽ കഴിഞ്ഞതെന്ന്. അയാള് വരും. എന്നെ കൊല്ലാൻ ഉറച്ച് അയാള് വരും. അതിനു മുമ്പ് അയാളെ അവസാനിപ്പിക്കണം, തീർത്തു കളയണം. അതിനുള്ള എന്ത് മാർഗവും നമുക്ക് സ്വീകരിക്കണം. എത്രയും വേഗം അയാളെ തീർത്തേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ആന്റി എന്തിനാ എന്റെ ടെൻഷൻ കൂട്ടുന്നത്? അബദ്ധം പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പാർവതിക്ക് പറ്റിയൊരു അബദ്ധം, അത്രേ ഉള്ളൂ. സോ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ പോയിന്ന് റെസ്റ്റ് എടുക്കട്ടെ. പാർവതി, നീ വിശാലിനെ മുറി കൊണ്ട് കിടത്തിയിട്ട് ഈ എണ്ണയൊക്കെ തുടച്ചു മാറ്റി.
എണ്ണ ഇവിടെ തുടച്ചു മാറ്റട്ടെ. വിശാലിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോ. എന്നെ ആരും പിടിച്ചുകൊണ്ട് പോയി കിടത്തണ്ട, ഞാനേ പൊയ്ക്കോളാം. ഇനി ഇതിന്റെ പേരില് പാർവതി ആരും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. എന്തോന്നാ ഇത്? എന്താ പാർവതി ഇത്? വിശാൽ സാർ ഒന്നിരിക്കുക. ഞാൻ ഈ പച്ചില മരുന്ന് പുരട്ടിത്തരാം. പെട്ടെന്ന് മുറിവുണങ്ങും. ഇരിക്കൂ സർ. ഏയ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല പാർവതി. ഒരു ഓയിന്റ്മെന്റ് തേച്ചാൽ മതി, ഇതങ്ങ് മാറിക്കോളൂ. ചെറിയൊരു ചതവല്ലേ ഉള്ളൂ. അങ്ങനെയല്ല വിശാൽ സർ. സാർ ഇരിക്ക, ഞാനിത് പുരട്ടിത്തരാം. അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങില്ല. കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞ അതേ ഭാഗത്താ ഇപ്പോഴും മുറിഞ്ഞിരിക്കുന്നത്. നിന്നോടെ വാദിച്ച് ജയിക്കാൻ പാടാ. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഞാനിവിടെ ഇരിക്കാം. നീ എന്തിനാ കരയുന്നേ? ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആർക്കും പറ്റും. ഇതൊരു നിസ്സാര മുറിവല്ലേ? വിട്ടുകള പാർവതി. ഇതിനാണോ നീ കരയുന്നേ? അയ്യേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല വിശാൽ സർ. ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ മനഃപൂർവ്വം ചെയ്തതല്ലോ, സംഭവിച്ചു പോയതല്ലേ. നിന്റെ കയ്യിന്നറിയാതെ എണ്ണ വീണു. ഞാൻ ആ സമയത്ത് അറിയാതെ ആ വഴി വന്നു. ആ സമയത്ത് ഞാനും വീണു, കൂടെ നീയും വീണു. അത്രയല്ലേ ഉള്ളൂ. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും പാർവതി. ആഘോരി സ്വാമി പറഞ്ഞത് എനിക്കെല്ലാം അറിയൂ. വിശാൽ സാറിന് അപകടം ഉണ്ടാവുന്നതിന് കാരണം ഞാനായിരിക്കുമെന്ന്. അപ്പോ ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ നിസ്സാരമായി കാണും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് ക്ഷമിക്കുന്നു. ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. സർ വിഷമിക്കരുത്. ഇന്നലെ സാർ കയറി വന്നപ്പോ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയിരുന്നു. ഇന്ന് രാവിലെ സാറിന്റെ പോക്കറ്റിൽ നിന്ന് പച്ചക്കറി എടുത്ത് തന്നെ ലിസ്റ്റും കിട്ടിയിരുന്നു. സാർ ഏത് തൊഴിലും നല്ലത് തന്നെയാ. പക്ഷെ സാർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാ.
മറ്റേതെങ്കിലും ജോലിക്ക് ശ്രമിച്ചിട്ട് അത് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു ജോലി നോക്കിയാ പോരെ. എനിക്ക് അടുത്ത കാലത്തൊന്നും ഒരു ഓഫീസ് ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും അമ്മയുടെ കോള് ചെന്നിട്ടുണ്ട്. പിന്നെ ജഗന്നാഥനും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഈ ജോലി എനിക്ക് ശീലാവും. പിന്നെ എന്തോ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നിക്ക്, ഞാൻ തീരുമാനിച്ചു. താൻ എന്നെ പിന്മാറാൻ നിർബന്ധിക്കരുത്. ഏതായാലും താൻ തിരിച്ചു വെക്കോ. തൽക്കാലം ഇത് ആരും അറിയണ്ട. എന്നാ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? സാറിനൊപ്പം പച്ചക്കറി വിൽക്കാൻ ഈ ഞാനും നിൽക്കുന്നു. ശമം, വെറുതെ തമാശ പറയല്ലേ. താൻ വീട്ടിൽ പോയേ. തമാശയോ? 100% സത്യസന്ധമായിട്ടാ ഞാൻ പറഞ്ഞത്. സാറിനൊപ്പം ഞാനും നിൽക്കുക. ആദ്യം എല്ലാത്തിന്റെയും വിലയൊക്കെയെന്ന് പറഞ്ഞതാ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിപ്പോ ശ്യാമ വെറുതെ വാശി കാണിക്കില്ലേ ശ്യാമ? വിടു. ശ്യാമ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയെ നിയമിക്കാൻ തീരുമാനിച്ചത് ഇവിടെ അടുക്കളയില് പാചക മത്സരത്തിൽ. അപ്പോ ഐശ്വര്യ നിയമിക്കുന്നത് ഡൈനിങ് ടേബിളിൽ വെച്ചാവാം. അമ്മ വേണ്ട, അച്ഛനെ നിർബന്ധിക്കണ്ട. ആദ്യം മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്കൊരു നേട്ടം വരുന്നത് ഈ വീട്ടില് ആർക്കും ഇഷ്ടമല്ല. എന്റെ ഭർത്താവിന് പോലും. ഇതങ്ങനെ സെന്റിമെന്റലാക്കേണ്ട ഇഷ്യൂ ഒന്നുമല്ല. കഴിവനുസരിച്ചാ ഈ പോസ്റ്റിൽ ആളെ നിയമിക്കേണ്ടത്. എനിക്ക് എന്ത് കഴിവാ ഇല്ലാത്തത്? മിസ് കേരളയാ ഞാൻ. കേരളത്തിലെ ഏറ്റവും മിടുക്കിയായ പെണ്ണാവണെങ്കിലേ എന്തൊക്കെ മത്സരങ്ങളെ ജയിക്കണമെന്നറിയോ? സൗന്ദര്യത്തിൽ മാത്രമല്ല, ബുദ്ധിയിലും യുക്തിയിലും ഒക്കെ മിടുക്ക് തെളിയിക്കണം. ഈ വീട്ടില് ആരും എന്റെ കഴിവൊന്നും കാണുന്നില്ല, കണ്ടാലും അംഗീകരിക്കുന്നില്ല. മരുമക്കളെയൊക്കെ പല പല തട്ടിലാ കാണുന്നേ. അമ്മയെ അവഹേളിച്ച ശ്യാമയാ പലരുടെയും പ്രിയപ്പെട്ട ആള്. എന്റെ ജീവിതം ഈ വീടിന്റെ 4 ചുവരിനുള്ളിൽ തീരും. കരയാതെ. എങ്ങനെ കരയാതിരിക്കും? എന്റെ ഭർത്താവിന് പോലും എന്നെ വേണ്ട. ആ ജഗന്നാഥന്റെ മകളെ അരുൺ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോയേനെ. ആ കുട്ടി ആത്മഹത്യ ചെയ്തതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഐശ്വര്യ, മതി. പറഞ്ഞ വിഷയം വല്ലാതെ മാറണ്ട. വിഷയം മനഃപൂർവ്വം മാറ്റിയെന്നറിയാം, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. ഐശ്വര്യ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം. അരുൺ, കഴിച്ചിട്ട് പോ. മതി. ഐശ്വര്യ, വർമ്മ സ്പൈസസിന്റെ പുതിയ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഐശ്വര്യ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് തന്നെ ചാർജ് എടുത്തു.
ഇനിയൊന്നും ആലോചിക്കാനില്ല. ചെയർമാന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ നിയമനം. ഐശ്വര്യ, ഓൾ ദി ബെസ്റ്റ്. കമ്പനിക്ക് നല്ല സേവനം നൽകുക, അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു അച്ഛാ. ഞാൻ ഇന്ന് തന്നെ ചാർജ് എടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എവിടെയാണ് നിന്റെ എക്സാം ടൈം ടേബിൾ? കാണട്ടെ. ആഹാ, ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ. സോഷ്യൽ സയൻസും മാത്സും അടുത്തടുത്ത. ഇത്തവണ മോൻ കുറച്ച് ബുദ്ധിമുട്ടും. ഞാൻ ആര്യോട് പറയാം 2 ആഴ്ച കോളേജിൽ പോക്കൊക്കെ നിർത്തി നിന്നെ പഠിപ്പിക്കാൻ. ആഹാ, എക്സാം ടൈം ടേബിൾ കിട്ടിയല്ലേ? ദാ കിട്ടി. ആരുടെ ഇവിടെ? കുഞ്ഞേച്ചി രാവിലെ ഇന്റർവ്യൂവിന് പോയതാണല്ലോ, ഇതുവരെ വന്നില്ലേ? വന്നെങ്കി വീടിങ്ങനെ പൂട്ടിക്കിടക്കില്ലല്ലോ. അവൾ ഒറ്റയ്ക്കാണോ പോയത്? നീ എന്താ ഒന്ന് കൂടെ പോവാത്തത്? ഒറ്റയ്ക്കല്ല പോയത്, സോഫി ചേച്ചി ഉണ്ടായിരുന്നു. അവര് വണ്ടിയിലാ പോയത്, അതാ പിന്നെ ഞാൻ പോവാഞ്ഞേ. ഇതിപ്പോ നേരെ ഒരുപാടായല്ലോ. ഇത്രയും നേരം ഇന്റർവ്യൂ ഒക്കെ കാണുവോ? മോത്ത് കയറിക്കോ. ശരി. ഫോണും കിട്ടുന്നില്ലല്ലോ. നീയും കൂടെ പോകേണ്ടതായിരുന്നു. അല്ല, ഈ സോഫി നിനക്ക് നേരത്തെ അറിയാവോ? ഇല്ല, ആ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് ആയിരുന്നു സോഫി ചേച്ചി. അവര് നല്ലയാളാ. സോഫി ആരതി ഒരുമിച്ചല്ലേ പോയത്? ആ. സോഫിയുടെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ല ചേച്ചി, കുഞ്ഞേച്ചി സോഫി ചേച്ചി ആട്ടാ കൂട്ട്. ഞാൻ അവരുടെ നമ്പർ വാങ്ങിയില്ല. ആ കണ്ടോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്വ ബോധം. കേസിൽ തോറ്റതോടെ മേഘനാഥം പരക്കം പാച്ചിൽ ആരംഭിച്ചെന്ന് കുറച്ചു മുമ്പ് ഞാൻ മനസ്സിലാക്കിയതേ ഉള്ളൂ. അതുപോലെ ഈ സുനിലും അവൻ എന്തിനും മടിക്കാത്തവനാണെന്ന് അന്വേഷിച്ച് പറഞ്ഞത്. ഇതിന്റെയൊക്കെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന ബോധം വേണം എല്ലാവർക്കും. പെൺകുട്ടികളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടാത്ത ലോകമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എവിടെ വെച്ച ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്? CVU ഹോട്ടലില്. ഏതോ കമ്പനിയുടെ ആൾക്കാര് അവിടെ വന്ന് ഇന്റർവ്യൂ നടത്തുമെന്നാ സോഫിയച്ചി പറഞ്ഞത്. CVU അതൊരു ബാർ ഹോട്ടലല്ലേ? എന്തോ അറിഞ്ഞോടാ, ആയിരിക്കുമെന്ന് തോന്നുന്നു. തോന്നലല്ല, അതൊരു ബാർ ഹോട്ടൽ തന്നെയാ. ഏതായാലും ഞാൻ പ്രസാദേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണല്ലോ. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരതി ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.